മോടെ പേരെന്നാ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? എവിടെയാണ് പഠിക്കണേ? ആ, കേരള ഗവർണറുടെ കയ്യിൽ നിന്ന് നേരിട്ട് വിദ്യാഭ്യാസ അവാർഡ് മേടിക്കാൻ വേണ്ടിയാണ് വൈഷ്ണവി എത്തിയത്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. ഇന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷികദിനമാണ്. അപ്പം പുതുപ്പള്ളിയിൽ കേരളത്തിന്റെ ഗവർണറൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിങ്ങൾക്ക് മുഴുവൻ കാണാം. ഇവിടെ പങ്കെടുത്ത ആൾക്കാരെ എല്ലാം ഒന്ന് നമുക്ക് കാണാം. നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ വീടാണ്. ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലെ കാഴ്ചകളാണ്. അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. വീട്ടിൽ ചെറിയ പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. അതിനുശേഷം നമുക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് പോകാം. രാവിലെ 9 മണിയായേ ഉള്ളൂ. എങ്കിലും പള്ളിയുടെ പരിസരങ്ങളെല്ലാം ജനങ്ങളെ കൊണ്ട് നിറയാൻ തുടങ്ങി. ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഒത്തിരി ആൾക്കാർ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥനയും പുഷ്പങ്ങളും ഒക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി ആൾക്കാർ, അതോടൊപ്പം തന്നെ പുതുപ്പള്ളിക്കാർ, അതുപോലെ ഉമ്മൻചാണ്ടി സാറുമായിട്ട് പല രീതിയിൽ അടുപ്പങ്ങളുള്ള ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും കല്ലറയുടെ പരിസരത്തൊക്കെ ഉണ്ട്. ഗവർണർ 10 മണി കഴിയും വരുമ്പോഴത്തേന്. മീഡിയ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇന്ന് വിതരണം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് വീൽ ചെയറുകളാണ്. ഇവിടെയാണ് സമ്മേളനം നടത്തുന്നത്. ഇവിടെയാണ് ഗവർണറെല്ലാം പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇവിടെയാണ് എത്തിച്ചേരുന്നത്. അപ്പം ഗവർണർ വരുന്നതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെയാണ്. ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട്. അവിടെ എല്ലാം പരിശോധന നടത്തുന്നു. പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും, തലപ്പത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്.
പുതുപ്പള്ളി താരങ്ങളെ എടുത്തില്ല പിന്നെ ആരാ എടുക്കുന്നത്? അത് സാരമില്ല, ഞാൻ കുഴപ്പമില്ല. എല്ലാവരുമായി ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വരുന്ന എല്ലാവർക്കും ഇവർ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ഉണ്ണിയപ്പമാണ് കൊടുക്കുന്നത്. പള്ളിയും പരിസരങ്ങളും മുഴുവൻ കാറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പോലീസ് വാഹനത്തിൻ്റെയൊക്കെ ഒരു പട തന്നെയുണ്ട്. എല്ലായിടും പള്ളിയുടെ മുൻവശത്തെ ഗ്രൗണ്ടുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നവരൊന്നും മാറിക്കൊടുത്തേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹം കൊണ്ട് ഇന്ന് പള്ളിയിലെത്തിയ മുഴുവൻ ആൾക്കാർക്കും അവിടെ ഭക്ഷണങ്ങളുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറിയാണ് ഫുഡ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. താഴെ ഓഡിറ്റോറിയത്തിലും ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് വരണമെന്നുണ്ട്. ആൻറ്റിയുമായിട്ട് നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയാം ഉമ്മൻചാണ്ടി എന്ന വികസന നായകനെ വികസന നേതാവിനെപ്പറ്റി പറയുമ്പോൾ അതിന് യാതൊരുവിധ മുഖവുകളുടെയും ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. അത്രമേൽ ജനങ്ങൾക്ക് പിന്നീട് പറയാവുന്ന വിധത്തിൽ ആ സംഭരിച്ച നെല്ലിൻ്റെ വില കൃത്യമായി കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ കുറുമ്പൂപ്പ് കൃഷികൾ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടി അസാധം പരിശ്രമിക്കുകയും ജനകീയനായ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ഏത് സമയത്തും ഏത് രാത്രിയിൽ ഏത് പകലും രാത്രിയും ഒക്കെ ഇന്നില്ലാതെ ഈ കർഷകരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി വേണ്ട സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനുടെ ഒരാണ്ടിനോടനുബന്ധിച്ച് നടന്ന ഈ അനുസ്മരണ ചടങ്ങിൽ കർഷക കോൺഗ്രസിൻ്റെ ഈ സംസ്ഥാനത്തിനുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുള്ള എല്ലാ ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അനുസ്മരണം ഞങ്ങളുടെ ഈ പരിശ്രമിച്ചത് നാം കണ്ടതാണ്. ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായി സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയാണ് ഉണ്ടായത്. ഐക്യരാഷ്ട്ര സംഘടന ജനസമ്പർക്ക പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിളിച്ചു ചേർത്ത ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളോട് നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരമാർഗം ഉണ്ടാക്കുവാൻ അക്ഷീണം പരിശ്രമിച്ചത് നാം കണ്ടതാണ്. ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായി സാധാരണ
ഒന്നാം ചരമവാർഷികം ആചരിക്കുന്ന സന്ദർഭമാണിത്. അനുസ്മരണ സമ്മേളനം ജൂലൈ 18 പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഇതിഹാസ പുരുഷന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി പൂക്കളർപ്പിച്ചുകൊണ്ട് ഏവരെയും ഈ മഹനീയ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം വന്നെത്തിയിരിക്കുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ സമൂഹത്തിലുണ്ടാക്കാൻ ഗവർണർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറാണ് ഈ കിടക്കുന്നത്. കനത്ത പോലീസ് സെക്യൂരിറ്റിയാണ് അവിടെയെല്ലാം. ഗവർണർ പള്ളിയുടെ ഓഫീസിലാണിപ്പം. അതിനുശേഷം നേരെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലേക്ക് വരും. അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. അവിടെ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ നമ്മുടെ ആളല്ലേ, ഞാനുള്ള ചേട്ടൻ. അവരൊക്കെ എന്ത് ശശിയപ്പനൊക്കെ എടുത്തു പോയിട്ട് വരും. കാതോലിക്ക ബാബ തിരുമേനി, ആരാധ്യനായ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ, വേദിയിലും സഹസ്രഭൂഷനായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണത്തിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങ് ഇന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നടത്തിയിരിക്കുന്നത്. സമയക്ലിപ്തത മൂലം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അവர்களാണ്.
തൻ്റെ പാണ്ഡിത്യം കൊണ്ടും തൻ്റെ കർമ്മ കുശലത കൊണ്ടും പ്രശോഭിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. A scholar par excellence, a leader without parallel, and an administrator who ensures justice. Sir, when I came to meet you, to invite you for this august function, you told me humility personifies your father. So when you came here, it reminds me, you personified him, sir. Humility personifies you, sir. Because the way you interacted with us, the way you gave us time, you made us at home. Thank you, sir, and we welcome you to Puthupalli and Puthupalli Church. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയാണ്. എൻ്റെ പിതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി ചേർത്ത് നിർത്തുന്ന വ്യക്തിത്വമാണ്. സഹോദരൻ പദ്ധതി എന്നത് കേരളമെമ്പാടും അറിയപ്പെടുന്ന പദ്ധതി. എൻ്റെ പിതാവിനെ ഈ പ്രത്യേകമായ ഖബറിൽ അടക്കുവാൻ അങ്ങ് അനുമതി തന്നു. അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം പരിശുദ്ധ ബാബ തിരുമനസിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ തലവൻ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ചെറിയ കാലങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ കേരള സമൂഹത്തിന്റെ മുഴുവൻ ആദരവ് പിടിച്ചു പറ്റിയ അഭിവന്ദ്യ പിതാവ് തന്റെ വാക്ചാതുര്യം കൊണ്ടും പ്രായോഗികമായ സമീപനം കൊണ്ടും കേരള സമൂഹത്തിന്റെ മുഴുവൻ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ പിതാവിനെ ഹാർദവമായി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ജനപക്ഷ പ്രതിപക്ഷ നേതാവ് തന്റെ വിവിധ സാമുദായിക നേതാക്കന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര്, വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ, അതിലൊക്കെ ഉപരി ഈ നാടിനെ സ്നേഹിച്ച നമ്മളെല്ലാവരെയും ഒരുപോലെ കണ്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മമിത്രങ്ങളും സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രിയപ്പെട്ടവര്, പ്രിയപ്പെട്ട പുതുപ്പള്ളി നിവാസികളെ, കേരളത്തിൽ വനിതാ പ്രാതിനിധ്യമില്ലാതെ എന്ന കാലത്ത് പുതുപ്പള്ളിയിലെ റോസമ്മ ചാണ്ടി മാത്രമായിരുന്നപ്പോൾ അതിനുശേഷം വന്ന റോസമ്മ ചാക്കോ ആയിരുന്നപ്പോൾ അതിനുശേഷം വന്ന 1980 എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൈപിടിച്ചിറക്കി രാഷ്ട്രീയത്തിലേക്ക് വന്ന കോൺഗ്രസിൻ്റെ നേതാവാക്കിയ എൻ്റെ ബഹുമാനായ എൻ്റെ ആദരണീയനായ എൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾക്ക് ആദ്യമായിട്ട് ഞാൻ ശിരസ് നൽകുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കേരളത്തിൻ്റെ ആത്മീയതയുടെ പ്രദേശമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ മഹത്തായ ദേവാലയത്തിൽ കാലുവെക്കുവാൻ വീണ്ടും അവസരമുണ്ടായതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. Honorable Governor Shri Arif Muhammad Khan, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന His Excellency Mar Raphael Tattan, Major Archbishop Cyril Malabar Church, ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് മിസ്സസ് മറിയമ്മ ഉമ്മൻ ചാണ്ടി, ശ്രീ ചാന്ദി ഉമ്മൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും, വേദിയിൽ സഹകരിക്കുന്ന തിരുമേനിമാരെ, കുടുംബാംഗങ്ങളെ, പുതുപ്പള്ളി നിവാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടി വിനീതമായ നമസ്കാരം.